അങ്ങനെ ഇപ്പൊ 10ാം ക്ലാസ് മുതൽ നമ്മുടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ടുള്ള ആളാണ് അല്ലെ? അതിന്റെ ഉള്ളിൽ എല്ലാം ഉണ്ടാവും. ഹലോ മക്കളെ, അപ്പൊ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ഇത്തവണത്തെ പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 1200-ൽ 1195 എന്ന് പറയുന്ന വലിയൊരു വിജയം കരസ്ഥമാക്കിയിട്ടുള്ള ഡാനിയ ജോർജ് ആണ്. അപ്പൊ ഹലോ ഡാനിയ. യെസ്, അപ്പൊ എന്ത് പറയുന്നു, ഈ ഒരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നോ? ശരിക്കും പറയാ അധികം എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, കാരണം ഇപ്രാവശ്യത്തെ എക്സാം നല്ല ടഫായിരുന്നു. അതും പ്രത്യേകിച്ച് കെമിസ്ട്രിക്ക് നല്ല ഇതിൽ നിൽക്കുമ്പോൾ ഇത്ര നല്ല മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഫസ്റ്റ് റിസൾട്ട് വന്നപ്പോ ശരിക്കും ഞെട്ടി. പാരന്റ്സിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? പാരന്റ്സിന്റെ റിയാക്ഷൻ ഇതുപോലെ തന്നെയായിരുന്നു. കാരണം ആദ്യമേ പറഞ്ഞിരുന്നത് അധികം മാർക്ക് കിട്ടില്ലായിരുന്നാണ്, പ്ലസ് വണ്ണിലത്തെ അത്ര മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാണ്. പക്ഷെ പ്ലസ് വണ്ണാലും ഇത്തിരി നന്നായിട്ട് മാർക്ക് കിട്ടിയപ്പോ ശരിക്കും എല്ലാവർക്കും നല്ല സന്തോഷം തന്നെയായിരുന്നു. റിസൾട്ട് ചെക്ക് ചെയ്ത് ഫോണിൽ അത് വീട്ടിൽ തന്നെയാണ്. ഫോണില് ഹാങ് ഒക്കെ ആയിട്ട് ആദ്യമേ ഭയങ്കര ടെൻഷൻ ആയിരുന്നു. അത് ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോ പിന്നെ അത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ വീണ്ടും എടുത്തിട്ട് ചെക്ക് ചെയ്താൽ പിന്നെ റെഡി ആക്കി. ഇത് എന്റെ റിസൾട്ട് തന്നെയാണോ? ഓനപ്പോ പ്ലസ് വണ്ണിൽ എത്രയായിരുന്നു മാർക്ക് ഉണ്ടായിരുന്നത്? 518 ഉണ്ടായിരുന്നു, 520. അപ്പൊ അത്ര മാർക്ക് ഫസ്റ്റ് പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ പ്ലസ് ടു പഠിക്കാൻ തുടങ്ങി. പക്ഷെ ഡിസംബർ വെക്കേഷൻ കഴിഞ്ഞിട്ട് ആ ഇതിന് വീണ്ടും കടുപ്പിക്കുന്നു പറഞ്ഞപ്പോ ഇത്തിരി പേടി വന്നു. പിന്നെ പരീക്ഷ പേപ്പറിൽ എത്തിയപ്പോ ഇത്തിരിയും പേടിയുണ്ടായിരുന്നു. ലാസ്റ്റ് പരീക്ഷ എല്ലാം കഴിഞ്ഞപ്പോ അധികം പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. തൃശ്ശൂര് സെന്റ് തോമസ് കോളേജ് എന്ന് പറയും, അവിടെ പഠിച്ചത് പ്ലസ് 1 പ്ലസ് 2. അതിന് മുമ്പ് സെന്റ് പോൾസ് ആയിരുന്നു ടൂറിസം. നമ്മുടെ തൃശ്ശൂരില് ഓക്കെ. അപ്പൊ മോന് ഇംപ്രൂവ് ഇപ്പൊ 2 മാർക്കല്ലേ കുറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പ്ലസ് വണ്ണിലെ. അപ്പൊ ഇംപ്രൂവ്മെന്റ് എങ്ങാനും എഴുതിയിട്ടുണ്ടായിരുന്നു? ഇംപ്രൂവ്മെന്റ് വേണ്ടിയായിരുന്നു, കാരണം ഇംഗ്ലീഷ് വളരെ മോശമായിരുന്നു. 7 മാർക്ക് അതിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്സ് 1 മാർക്ക് പോയിരുന്നു. മാത്സ് എന്തായാലും ഞാൻ നിന്നില്ല, കാരണം ഇതിന്റെ ഇടയിൽ നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഇംഗ്ലീഷിന് ആദ്യമേ ഞാൻ ചെയ്തതാണ്. അത് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്തിട്ട് അതിൽ 7 മാർക്ക് പോയതില് 1 മാർക്ക് പോയതായിട്ട് മാറ്റി. അപ്പൊ അതാണ് കുഴപ്പമില്ല. അപ്പൊ ഈ ഇംപ്രൂവ്മെന്റ് എക്സാമും പ്ലസ് ടുന്റെ എക്സാമും ഒക്കെ ഒരുമിച്ചായിരുന്നില്ലേ? അപ്പൊ എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? എനിക്കധികം ടെൻഷൻ വന്നിട്ടില്ല, കാരണം ഇംപ്രൂവ്മെന്റ് പ്ലസ് ടുന്റെ എക്സാം കഴിഞ്ഞിട്ട് ഒരു 9 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഇംഗ്ലീഷിന്റെ എക്സാം കഴിഞ്ഞത്. ഞാൻ ഇംഗ്ലീഷ് മാത്രം ചേർന്ന കാരണം അധികം കുഴപ്പമുണ്ടായിരുന്നില്ല. എല്ലാം കൂടെ ഒരുമിച്ചായി കഴിഞ്ഞാൽ പണി തന്നെ. പിന്നെ എന്താ പറയാ, 10ാം ക്ലാസ്സിന് ശേഷം പ്ലസ് ടുയിലേക്ക് എത്തിയപ്പോ ഉണ്ടായ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു, അതെങ്ങനെയാണ്? അതായത് 10 കഴിഞ്ഞിട്ട് പ്ലസ് 1 ഫസ്റ്റ് എത്തിയപ്പോ ടീച്ചേഴ്സ് ആയിട്ടൊന്ന് ബന്ധമാവാനും പിന്നെ സിലബസ് ഒന്ന് റെഡി ആവാനും സമയം എടുത്തു. അതില് പ്ലസ് 1 ഫസ്റ്റത്തെ ടൈമിന്റെ എക്സാം ഞങ്ങളുടെ സ്കൂളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലധികം മാർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ തൊട്ടാണ് പിന്നെ 10ാം ക്ലാസ്സില് എക്സാമിനൊക്കെ കണ്ടായിരുന്നു. അപ്പൊ അവിടെ തൊട്ട് തുടങ്ങിയതാ. പിന്നെ പ്രത്യേകിച്ച് മറ്റേ ഡിസംബർ വെക്കേഷൻ എക്സാമിന്റെ ക്രിസ്മസ് എക്സാമിന്റെ ലൈവുകളൊക്കെ നന്നായിട്ട് കണ്ടിരുന്നു. പിന്നെ അവിടെ തൊട്ട് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, പഠിക്കലേക്ക് അത്യാവശ്യം നന്നായിട്ട് പോയി. അങ്ങനെ ഇപ്പൊ 10ാം ക്ലാസ് മുതല് നമ്മുടെ സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ടുള്ള ആളാണ് അല്ലെ? ആനുവൽ എക്സാമിന്റെ ഒരു ലാസ്റ്റ് 3 എക്സാം കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ആയപ്പോഴാണ് കണ്ടു തുടങ്ങിയത്. എന്റെ കൂട്ടുകാരൻ പറഞ്ഞതാ. അപ്പൊ തൊട്ട് കണ്ടു തുടങ്ങിയത്. ഇനിയിപ്പോ പ്ലസ് 1ലേക്ക് എത്താൻ പോകുന്ന കുറെ കുട്ടികളുണ്ടല്ലോ. മോന്റെ സിസ്റ്റർ 10ാം ക്ലാസ് കഴിഞ്ഞാണല്ലേ, അവർക്കൊക്കെ എന്ത് സന്ദേശമായിരിക്കും കൊടുക്കണ്ടാവും? അത് 10ാം ക്ലാസ്സും പ്ലസ് 1 പ്ലസ് 2 നമ്മുടെ ഡിഫറൻസ് ഇപ്പൊ തൊട്ട് കൂടുതൽ കഴിഞ്ഞ വർഷം വരെ NCERT അധികം നോക്കാറുണ്ടായിരുന്നില്ല. അപ്പോ ഇങ്ങോട്ട് പഠിക്കണമെങ്കിൽ ശരിക്കും എക്സാം NCERT നന്നായിട്ട് നോക്കിയിട്ട് തന്നെ പഠിക്കണം. കാരണം ഇങ്ങനെയുള്ള എക്സാമുകൾക്ക് നല്ല ടഫ് ആവാനോ പോണേ തോന്നി. അല്ല, മിക്കവാറും കുട്ടികളൊക്കെ SSLCക്കൊക്കെ തലേ ദിവസങ്ങളിലൊക്കെ പഠിച്ച് സ്കോർ ചെയ്യാവുന്ന ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്ലസ് 1 എത്തിയാൽ എങ്ങനെയുണ്ട്? അതിങ്ങനെ നടക്കില്ലല്ലോ. അപ്പൊ വെക്കേഷനൊക്കെ സമ്മർ വെക്കേഷനൊക്കെ നന്നായിട്ട് പഠിക്കേണ്ട വേണ്ടിയിരുന്നു ശരി. പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ ഉള്ളിൽ NCERT പ്രോബ്ലംസ് ഒന്നും ആരും തൊട്ട് നോക്കാറില്ലാത്തതാണ്. അതൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങിയാലാണ് ഇങ്ങനെയുള്ള റെഡി ആവുക. കാരണം അത്രയധികം ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഔട്ട് ഓഫ് സിലബസ് ഒന്നുമല്ല വരുന്നത്, പക്ഷെ നമ്മള് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. അത് ഇതുവരെയായിട്ട് 8 വർഷമായിട്ട് ഒരു സിലബസ് ഇങ്ങനെ തുടർന്നുണ്ടാണ്. അല്ല, അപ്പൊ കുറെ പേർക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരിക്കും. ഇപ്പൊ മോന്റെ ഒരു 1195 എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരു മാർക്കല്ല അല്ല. അപ്പൊ മോൻ എന്തായാലും അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു മാർക്ക് കിട്ടാനായിട്ട്. അപ്പൊ മോന്റെ ആ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്തായിരുന്നു? എങ്ങനെയായിരുന്നു മോൻ പഠിച്ചിരുന്നത്?
കാലത്ത് എനിക്ക് ആദ്യം ഉണ്ടാകുന്നില്ല. പിന്നെ പകുതി കഴിയുമ്പോ പിന്നെ അത് ചെയ്യേണ്ടി വന്നു. പിന്നെ 5 മണിക്ക് വീട്ടിലെത്തിയ അപ്പൊ തന്നെ പഠിക്കാൻ തുടങ്ങാം. ഒരു 11 മണി വരെ ഇരുന്ന് പഠിക്കാം. അത് വലിയ നോട്ട് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം ശരിക്കും നല്ല ഒരു സ്ട്രാറ്റജിയാണ്. കാരണം നമ്മുടെ നോട്ട് പഠിക്കുമ്പോൾ നമ്മുടെ കൈയക്ഷരത്തിൽ പഠിക്കുമ്പോൾ നമുക്കൊരു സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ മോന് നമ്മുടെ ഉയരെ ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നല്ലോ. ഉയരെ ബാച്ചിൽ മോനെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയാതെ ഫീച്ചർ അത് ലാസ്റ്റ് ഷോർട്ട് നോട്ട്സ് തന്നെയാണ് ശരിക്കും. അതില് തലേദിവസം എല്ലാം പഠിച്ചാലും കുറച്ച് തിരിഞ്ഞ് നന്നായിട്ട് പെട്ടെന്ന് നോക്കി കഴിയുന്നത് ഷോർട്ട് നോട്ട്സ് തന്നെയായിരുന്നു. ഷോർട്ട് നോട്ട്സിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അതില് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടുതൽ വിചാരിക്കുന്നത് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എടുത്ത് പറയുകയായിരുന്നു. പക്ഷെ എല്ലാ പോയിന്റ്സ് ഉണ്ടാവും. ഞാൻ അതുവരെയായിട്ടും കാണാത്ത കുറെ പോയിന്റ്സ് കയ്യിലുണ്ടാവും. അത് സത്യ. ഷോർട്ട് നോട്ട് കാണുമ്പോ ഭയങ്കര ഷോർട്ട് ആയിട്ട് തോന്നി. അപ്പൊ നമ്മുടെ ബയോളജി ആണെന്നുണ്ടെങ്കിൽ കാണുമ്പോ ഭയങ്കര ഷോർട്ട് ആയിട്ട് ഇതെല്ലാം പെട്ടെന്ന് തീർന്നല്ലോ എന്നൊക്കെ കുറെ പേർക്ക് തോന്നും. പക്ഷെ സംഭവം അതിന്റെ ഉള്ളിൽ എല്ലാം ഉണ്ടാവും. എങ്ങനെ ഈ എക്സാമിനറിലേക്ക് എത്തുന്നത് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തോ? 10ാം ക്ലാസ്സിന്റെ ഇംഗ്ലീഷ് 2-3 എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുമ്പോ എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാണ് എക്സാം നല്ല ക്ലാസ് ആണ്. അപ്പൊ ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ വെറുതെ ജോയിൻ ചെയ്ത ഫസ്റ്റത്തെ ക്ലാസ് ബയോളജി ആയിരുന്നു. ബയോളജിയില് അപ്പൊ അതില് ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാനാണ് ചേർന്നത്. ആ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോ പിന്നെ പിറ്റേ ദിവസം നോക്കുമ്പോ അതേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ ഒരു നല്ലൊരു റിവിഷൻ പ്ലാൻ ആയിട്ട് തുടങ്ങി. അപ്പൊ പിന്നത്തെ കെമിസ്ട്രി നല്ല ക്ലാസ് തന്നെയായിരുന്നു. അതിന്റെ ഫിസിക്സ് നല്ല ക്ലാസ് തന്നെയാണ്. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ +1 എത്തിയപ്പോ ചിലപ്പോ ആവശ്യമില്ല നിൽക്കായിരുന്നു. പക്ഷെ അതിനാവശ്യം വന്നു. പിന്നെ +1ന്റെ റിവിഷൻ, അതായത് ശരിക്കുള്ള അഗ്നി ബാച്ചിലല്ല, അതിന്റെ റിവിഷൻ ബാച്ചിലാണ് മോൻ ജോയിൻ ചെയ്തല്ലേ. അപ്പൊ ആ റിവിഷൻ ബാച്ച് മോന് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു? റിവിഷൻ ബാച്ച് ഇതുപോലെ ലാസ്റ്റ് സമയത്തുള്ള വീഡിയോസ് ഒക്കെ ശരിക്കും നല്ലതായിരുന്നു. അത് ആപ്പില് ശരിക്കും കാണുമ്പോ ലാസ്റ്റ് സമയത്ത് ഫുള്ള് കാണാൻ പറ്റുന്ന സമയം ഉണ്ടാവില്ല. എന്നാലും ആവശ്യം ഇമ്പോർട്ടന്റ് മിസ് ചെയ്ത ഭാഗങ്ങളൊക്കെ കാണാനല്ല. കുറെ പേർക്ക് ഭയങ്കര പറയുന്നുണ്ട് ലാസ്റ്റ് കൊടുക്കുന്ന നമ്മൾ ഷോർട്ട് നോട്ടും പിന്നെ അതുപോലെ റിവിഷൻ ബാച്ചും. അത് ആക്ച്വലി എല്ലാവർക്കും ഭയങ്കര ഉപകാരമായിരുന്നു. കാരണം അവസാന നേരത്താണ് എല്ലാവരും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത ടൈം. അതുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഒരു ദിവസം എത്ര നേരം ഇരിക്കണം? അതായത് ഇത്ര നല്ലൊരു മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര നേരം ഇരിക്കണം? അത് സ്റ്റാർട്ടിങ് മുതലേ അങ്ങനെ തന്നെ ഇരിക്കണോ, അല്ലെങ്കിൽ പിന്നെ ഗ്രാജുവലി കൂടി വരുന്ന തരത്തിലാണോ? കാലത്ത് എനിക്ക് തോന്നുന്നത് റിവിഷന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം കാലത്ത് എനിക്ക് വരുമ്പോ തന്നെ സമയമാവും ശരിക്കും. അപ്പൊ ശരിക്കും നല്ല സമയം എന്ന് പറയാൻ ഉച്ച കഴിഞ്ഞിട്ട് സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഇരുന്ന് പഠിക്കുന്നത് നല്ലത്. അതൊരു 4 മണിക്കൂർ കണ്ടിന്യൂസ് ചെയ്യാൻ വെച്ചാൽ കുഴപ്പമില്ല. പിന്നെ നേരെ എടുക്കണം, നേരത്തെ കുറച്ച് പണിയുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യാതെ റിസൾട്ട് ഇല്ലല്ലോ. പിന്നെ ഒരു ഡൗട്ട് ഇപ്പൊ കുട്ടിയൊക്കെ ഉണ്ടാവും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ പറഞ്ഞിരുന്നത് 1195 മാർക്കാണ് കിട്ടിയത് അല്ലെ? ആ 5 മാർക്ക് അത് ഞാൻ ചോദിക്കാൻ വരുന്നത് അത് എനിക്ക് അറിയണം. 5 മാർക്ക് അത് ഏറ്റവും കഷ്ടപ്പെടുന്നത് ഹിന്ദിയിലൊരു മാർക്ക് പോയതാ. എന്തേ ഹിന്ദി? ഹിന്ദി എന്താ പ്രശ്നം? സിമ്പിൾ ആണ് പറയട്ടെ. ഹിന്ദി എനിക്ക് അത് കൺഫ്യൂഷൻ വന്നത്. അതായത് കഴിഞ്ഞെല്ലാം ലാസ്റ്റ് എക്സാം ആയിരുന്നു ഹിന്ദി. അപ്പൊ കഴിഞ്ഞെല്ലാം എക്സാമും നല്ല ടഫ് ആയതുകൊണ്ട് ഹിന്ദിയും ടഫ് ആവുന്ന വിചാരിച്ചിട്ട് പോയേ. അപ്പൊ അതിന്റെ ടെൻഷൻ ഉണ്ടാവും. പിന്നെ പേപ്പർ എഴുതിയിട്ട് ഫസ്റ്റ് തന്നെ കുത്തിയത് നല്ല ആൻസർ ശരിയായിരുന്നു. പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും സംശയം വന്നു. ഞാനത് വെട്ടിയിട്ട് വീണ്ടും പിന്നെ ബാക്കി 4 മാർക്ക്. പിന്നെ മാത്സിൽ 2 മാർക്ക് പോയത് എനിക്കറിയില്ല എങ്ങനെ പോയത്. അത് എനിക്ക് തോന്നുന്നത് കോമയാ കുത്ത അങ്ങനെ എന്തെങ്കിലും. അതായി മാത്സിന്റെ പ്രശ്നം. ബാക്കി മാത്സിന് 2 മാർക്ക്, ഹിന്ദി 1, 2 മാർക്ക്. +1 പോയ സംഭവം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണ് കെട്ടാണ്ടിരിക്കാൻ വേണ്ടിട്ട് കുറച്ച് മാർക്ക് എല്ലാത്തിനും പോയി അങ്ങനെ മേടിച്ചാൽ മതി. പിന്നെ ഇനി ഭാവിയിൽ, അതായത് +2 കഴിഞ്ഞല്ലോ, ഇനി എന്താണ് പ്ലാൻ? ഇപ്പൊ നീറ്റ് അത് കഴിഞ്ഞിട്ട് ഇനി ഒരു വർഷം എൻട്രൻസ് എഴുതാനാണ്. അല്ല, ഈ അതിന് മുമ്പ് വേറൊരു ചോദ്യം ചോദിക്കാണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തോ? അത് +2ലും SLC-ലൊക്കെ മോനെ ചൂസ് ചെയ്തല്ലോ. അങ്ങനെ ഓൺലൈനിലാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് അറിഞ്ഞപ്പോ വീട്ടുകാരെങ്ങനെയായിരുന്നു റെസ്പോണ്ട് ചെയ്തിരുന്നത്? ഓൺലൈന് മുമ്പ് തന്നെ ട്യൂഷന് പോകാറേയില്ല. 10 തൊട്ട് അങ്ങനെ പോയിട്ടൊന്നുമില്ല, തീരെ പോയിട്ടില്ല. അപ്പൊ ആദ്യമായിട്ടാണ് ട്യൂഷൻ എന്ന് പറഞ്ഞ സാധനം ചേർന്നത്. അപ്പൊ ആദ്യമായിട്ട് ഓൺലൈനിൽ ചേർന്നപ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ശരിക്കും. കാരണം ഓൺലൈൻ ബാച്ച് 10ല് നല്ല യൂസ്ഫുൾ ആയിരുന്നു മുമ്പ് അറിയായിരുന്നു. അപ്പൊ അത് കാരണം
പ്ലസ് വണ്ണിലും എന്തായാലും ആവശ്യം വന്ന കാരണം ഓൺലൈനിൽ ചേർന്നു. അത് പാരന്റ്സിന് പല എന്താ പറയാ സംശയങ്ങളുണ്ടാവും, ഫോണിൽ മറ്റു വല്ല യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ പോവാന്നുള്ള അച്ഛനോട്. അപ്പൊ അച്ഛന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും എതിർപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എപ്പോഴും ഫോൺ നോക്കി കണ്ണൊന്നും കേടാക്കണ്ട, പിന്നെ അതല്ല നോട്ട് നോക്കി പഠിക്കാനൊക്കെ പറയും. പക്ഷെ ഇത് വീഡിയോ കണ്ടിട്ട് അതില് ഒപ്പം പഠിക്കുന്നതാണ് പിന്നെ വരുന്നത്. അപ്പൊ അതിൽ നിന്ന് ഫസ്റ്റ് ഇതൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ പതിയെ പതിയെ ശരിയായി. പാരന്റ്സ് പലരും ഓഫ്ലൈൻ ട്യൂഷൻ ആയിരിക്കും. ഓഫ്ലൈൻ ട്യൂഷനാണ്. പക്ഷെ ഞാൻ അതുവരെയായിട്ടും ഓഫ്ലൈനും പോയിട്ടില്ല, ഓൺലൈനും പോയിട്ടില്ല. അപ്പൊ ഇതിന് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ആയതുകൊണ്ട് എനിക്ക് ഇതിന് കുഴപ്പമുണ്ടായിട്ടില്ല. ഏതായാലും ഈ തീരുമാനം വേസ്റ്റ് ആയില്ല. അല്ല, അപ്പൊ ഇനി മോനെ അഥവാ ഇങ്ങനത്തെ എന്തായാലും ഒബ്വിയസ്ലി നമ്മളെല്ലാരും മനുഷ്യന്മാരാണല്ലോ. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ക്ലാസ് ഇപ്പൊ കാണുകയാണെങ്കിലും ഇടയ്ക്ക് കുറച്ച് കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോൾ ബോറൊക്കെ അടിച്ചെന്നൊക്കെ വരും. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്തായാലും ചിലപ്പോൾ യൂട്യൂബിൽ ഷോർട്സ് കാണാൻ പോകുക, അല്ലെങ്കിൽ ഇൻസ്റ്റ തുറക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഒബ്വിയസ്ലി എന്തായാലും വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഡിസ്ട്രാക്ഷൻസിൽ പോയി കഴിഞ്ഞാലും അതൊക്കെ ഒന്ന് എന്താ പറയാ കുറച്ചെടുക്കാന്നുള്ളത് കൺട്രോൾ ചെയ്യാനായിട്ട് പോലും എന്തൊക്കെ ചെയ്ത് അത് ഫസ്റ്റ് ഇത് തന്നെയാണ്. അതായത് ഈ പരീക്ഷ ഒരു മാസം ആകുമ്പോൾ ഒരു പരീക്ഷ ഉണ്ടാവുള്ളൂ. അത് പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2 മാസം സമാധാനം കിട്ടും. ആ ഒരു പ്ലാനിൽ വെച്ചിട്ട് ഞാൻ പോയതാണ്. അപ്പൊ അതങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോ അതിന്റെ ഇടയിൽ നമുക്ക് മാറി പോകാൻ ഇതുണ്ടാവില്ല. പിന്നെ മുമ്പത്തെ മാർക്കുകളൊക്കെ നോക്കുമ്പോ ചില സ്ഥലത്ത് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഇതൊക്കെയാവും കാരണം. അപ്പൊ അത് ഒന്നുകൂടി ചിന്തിക്കുമ്പോ അതിന്റെ ഉള്ളിൽ പോകാൻ തോന്നില്ലേ. അപ്പൊ അതൊക്കെ പോയാലും 2 സെക്കൻഡ് കഴിയുമ്പോ തിരിച്ചെന്നെ വരും. ഓരോ വ്യക്തികൾക്കനുസരിച്ച്, അതായത് എനിക്ക് ഡിസ്ട്രാക്ഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്ക് എന്തായാലും പല ഡിസ്ട്രാക്ഷൻസ് വരും. ഞാൻ അതിലേക്കൊന്നും പോവില്ല, എനിക്ക് പഠിക്കണം, എനിക്ക് ഫുൾ മാർക്ക് നേടണം എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതാണ് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുന്നത്. ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കുറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. നമ്മൾക്ക് എന്ത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാല് ഇതേപോലെ ഇവിടെ അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ നീറ്റിലേക്കാണെന്ന് പറഞ്ഞല്ലേ, അതിന് ആരെങ്കിലും ഇൻസ്പയർ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? അതായത് ഇൻസ്പയർ 7ാം ക്ലാസ് വരെ എനിക്ക് എഞ്ചിനീയറിന്റെ മേഖലയിലേക്ക് പോകാൻ ഇഷ്ടമായിരുന്നു. പക്ഷെ 7ാം ക്ലാസ്സിൽ മാത്സും ഫിസിക്സും കണ്ടപ്പോ ഞാൻ അവിടെ വിട്ടു. പിന്നെ എന്റെ ചേച്ചി എപ്പോഴും പറയാറുണ്ട് ഡോക്ടറാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് വീണ്ടും ചിന്തിച്ചപ്പോ പിന്നെ നല്ലൊരു ഇതാണെന്ന് തോന്നി. അപ്പൊ പിന്നെ 7ാം ക്ലാസ് തൊട്ട് പിന്നെ അതിനെ പരിശ്രമിക്കുന്ന MBBSക്ക് ഒന്ന് വിട്ട്. ചേച്ചി ഇപ്പൊ എന്താ ചെയ്യുന്നത്? ചേച്ചി നീറ്റ് ഇപ്പൊ എഴുതിയിട്ട് റിസൾട്ടിന് കാത്തിരിക്കാം. അപ്പൊ ഇനി നമുക്ക് തൃശ്ശൂർ ഇപ്പൊ ഉണ്ട് 2 ഡോക്ടേഴ്സ്. മൂന്നാമതൊരു ഡോക്ടർ വരാൻ കൂടി 10ാം ക്ലാസ്സിൽ ഫുൾ A+ അല്ലേ? അവർക്ക് എഞ്ചിനീയർ ആകാനാ താല്പര്യം, ബയോളജി ഇഷ്ടമില്ലെന്ന് പറയാം. തിരിച്ചിട്ടുള്ളൂ. അപ്പൊ ഒരു കൺഗ്രാറ്റുലേഷൻസ് അവളോടൊന്നും പറയണം, നമ്മുടെ എക്സാമിനറിന്റെ വക. അപ്പൊ ക്ലാസ് ഒക്കെ കാണാറുണ്ടോ? ക്ലാസ് കാണാറുണ്ട്. 10ാം ക്ലാസ്സില് ലാസ്റ്റ് ആയപ്പോ ഞാൻ പറഞ്ഞത് കണ്ടോ, ലാസ്റ്റ് എന്തായാലും ഉപകാരപ്പെടുന്നു വന്ന് കണ്ടപ്പോ ആള് പറഞ്ഞതാണ് നല്ല ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ഇതിലും വന്നാണെന്ന് പറഞ്ഞ് ഒരു നല്ല താല്പര്യം ഇതില്. അപ്പൊ പ്രശ്നം ചേരുമ്പോ ചേരാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു. നമ്മുടെ ഡാനിയലിന്റെ അച്ഛനാണ് നമ്മളിപ്പോ കൂടെ ഉള്ളത്. അപ്പോ ഇപ്പൊ നേരത്തെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അതില് എത്രത്തോളം സത്യാവസ്ഥയുണ്ട്? എല്ലാം കറക്റ്റ് ആണോ ആള് പറഞ്ഞത്? അതെ, അവന്റെ കാര്യത്തില് അതെല്ലാം കറക്റ്റാണ്. കാരണം അവനൊരു റൂട്ടുണ്ടായിരുന്നു എല്ലാറ്റിലും. നേരത്തെ എണീക്കാനും അതുപോലെ കൃത്യസമയത്ത് കിടക്കാനും എല്ലാത്തിനും ഒരു റൂട്ടുണ്ടാവും. സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നില്ലേ അവനോട് പഠിക്കേണ്ട വിഷയം പറഞ്ഞു. പിന്നെ അതില് അവന്റേതായ ഒരു കഴിവ് മാത്രമല്ല ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഒരു വിശ്വാസമാണ്. കാരണം യേശുക്രിസ്തുവിന്റെ ആ ദൈവത്തെ കണ്ടുമുട്ടിയതിന്റെ റിസൾട്ടാണ് ഇതെല്ലാം. കാരണം ബൈബിളിൽ ഒരു വചനമുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അത് ആചരിക്കുന്നവര് നല്ല ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിനാണ് ഞാൻ ബേസിക് കൊടുക്കുന്നത്. കാരണം ഞാൻ അങ്ങനെ ആ ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ച് അറിഞ്ഞത് കൊണ്ടാണ് അത് മക്കൾക്ക് ലഭിച്ചത്. കാരണം ദൈവാനുഗ്രഹം കൊണ്ട് 3 മക്കൾക്കും 10ല് ഫുൾ A+ ആയിരുന്നു. അപ്പൊ താഴെ മോള് ഈ വർഷം ഫുൾ A+ ആയിരുന്നു. മൂത്ത മകള് അവൾക്കും +2 ഫുൾ A+ ആയിരുന്നു. പിന്നെ ഇപ്പൊ മോന് ഫുൾ A+. അപ്പൊ അതെല്ലാം ദൈവാനുഗ്രഹമുണ്ട്, ഒപ്പം അവരുടെ കഠിന പ്രയത്നമുണ്ട്. അതിന് ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ഒരു കാരണവശാലും സ്ട്രെയിൻ ചെയ്തു വന്നു. അത് വലിയൊരു ഭാഗ്യം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇതിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ അതും ദൈവം തന്ന വലിയൊരു ഭാഗ്യമായിട്ട് കരുതാം. അച്ഛൻ ആക്ച്വലി ഭയങ്കര പ്രൗഡായിട്ടാണ് സംസാരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിലും വലിയൊരു ഭാഗ്യം മോനെ എന്താ വേണ്ടത്? അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വാർത്തകൾ നമ്മൾ ഇന്നത്തെ കാലത്ത് കേൾക്കുന്നുണ്ട്. അതായത് മകൻ അച്ഛനെ ഉപദ്രവിക്കുക, അതേപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് എന്താ ലഹരി ഉപയോഗിച്ചിട്ടുള്ള അങ്ങനെയൊക്കെ ഒരുപാട്
പ്രശ്നങ്ങൾ നമ്മൾ വാർത്തകളിലൂടെ അറിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ പ്രൗഡായിട്ട് ഇരിക്കാൻ പറ്റാന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ രണ്ടുപേർക്കും ബിഗ് സല്യൂട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ എന്ത് ചെയ്യണം, ഇനിയുള്ള ദിവസങ്ങളിലും ഇപ്പോൾ ഇതുവരെ നമുക്ക് ആ പറഞ്ഞ പോലെയുള്ള ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ട് ഇനിയും അതേപോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവാന്നുള്ളതാണ്. അപ്പോ ഇനി ഭാവിയിൽ ഒരു അടിപൊളി ഡോക്ടറൊക്കെ ആയിട്ട് മാറട്ടെ. ഞങ്ങളൊക്കെ വരും വയ്യാണ്ടൊക്കെ, അപ്പൊ ഞങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ചികിത്സിക്കണം. അപ്പോ മോന്റെ ലക്ഷ്യങ്ങളിലേക്ക് ഒരു കാര്യം, അതായത് ഇപ്പോ നമ്മുടെ ഡോക്ടർ ആവണം എന്നുള്ള ആ തീരുമാനമൊക്കെ എടുത്തു, എല്ലാം നല്ലപോലെ നടക്കട്ടെ. +1 +2 പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവസാനമായിട്ട് അവരോട് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് ക്യാമറയിൽ നോക്കിയിട്ടൊന്ന് പറയാം. ആദ്യമായിട്ട് പറയാനുള്ളത് ഫസ്റ്റ് പഠിക്കണതിനൊപ്പം പ്രാർത്ഥനയാണ്. ഈ രണ്ടെണ്ണം ജീവിതത്തിൽ ഉണ്ടാവണം, പഠിക്കലും പ്രാർത്ഥന. ഇതില് രണ്ടെണ്ണം നന്നായിട്ട് കൊണ്ടുപോവുക. പിന്നെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്യുക, എന്താ നമ്മൾ ചെയ്യണേ, എന്താണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മള് എന്തിന് ഡിസ്ട്രാക്ട് ആവണേ, അത് ഉണ്ടായ അതിന്റെ കുഴപ്പം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് തന്നെ തോന്നും നമുക്ക് പഠിക്കണം. അത് മറ്റുള്ളവരെ നോക്കി നമ്മൾ പഠിക്കാനൊക്കെ നമുക്ക് അത് പറ്റില്ല. നമ്മളെ തന്നെ നമ്മുടെ കഴിവെന്താണ്, നമ്മുടെ രീതി എന്താണ് നമ്മൾ കണ്ടുപിടിച്ചാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ രീതി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മളെ പോലെ മറ്റുള്ളവരെ പോലെ പഠിക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ല. അവരുടെ പോലെ എത്താൻ നമുക്ക് പറ്റും, പക്ഷെ അവരെങ്ങനെ എത്തിയെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങാന്ന് വെച്ചാൽ അത് വീണ്ടും ഒരു നല്ല ഇതാവും. പിന്നെ മറ്റുള്ളവരെ നോക്കി പഠിക്കണം ഏറ്റവും ഭേദം. തീർച്ചയായിട്ടും പലരും ചെയ്യുന്നതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കുന്നുള്ള ആ ഒരു ഡിസിഷൻ മേക്കിങ്ങില് സുഹൃത്തുക്കൾക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അതായത് എന്റെ സുഹൃത്ത് അങ്ങോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് ഞാനും അങ്ങോട്ട് പോകുന്നു, അവൻ ആ കോഴ്സാണ് തിരഞ്ഞെടുക്കുന്നത്, അതുകൊണ്ട് ഞാനും ആ കോഴ്സ് തിരഞ്ഞെടുക്കുന്നു. ആ രീതിയിലേക്കൊന്നല്ല പോകേണ്ടത്. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഏത് കോഴ്സ് എടുക്കണം, ഏത് സ്കൂളിൽ പഠിച്ചാലാണ് എനിക്ക് നല്ല മാർക്കിലേക്ക് അല്ലെങ്കിൽ നല്ല ആ ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള ആ ഒരു തീരുമാനമാണ് നിങ്ങൾ എല്ലാവരും എടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോനെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്.